ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലിരുന്ന ഒരു വീഡിയോയാണ് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താഴെ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ബാഗാണ് കാണിക്കുക. ഇത് വാങ്ങിച്ചതല്ല, ഇത് കഴിഞ്ഞ വർഷത്തെയാണ്. അത് ഞാൻ ഒരു ഫസ്റ്റ് 7ാം ക്ലാസ്സിൽ കൊണ്ടുപോയതാണ്. അത് ഞാൻ ഇനി 8ലോട്ടാണ്. അപ്പം അത് നമ്മൾ നല്ല പുതിയതാണ്. അപ്പം അതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല. ഇതാണ് നമ്മുടെ സാധനം. ഇത്രയും വലിയൊരു കവറിലാണ്. പക്ഷെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിന് ഫസ്റ്റ് തുടങ്ങാം. ഫസ്റ്റ് ബില്ലാണ്. ഇത്രയാണ് ബില്ല് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിന് ഞാൻ ഓരോന്നിനും റേറ്റും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പൗച്ചാണ്. പൗച്ചിന് നമുക്ക് വന്നിട്ടുള്ള ഇതിന് 150 രൂപയാണ് വന്നിട്ടുള്ളതെന്നാണ്. 150 രൂപയാണ്. ഇത് നല്ലൊരു പിങ്ക് വലിയൊരു പൗച്ചാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം തന്നെ ഞാൻ ചെന്ന് എടുത്തത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2 ഇതുണ്ട്, അറകളുണ്ട്. അപ്പം ഇതാണ് ഞാൻ എടുത്തത്. അതിനുശേഷം അടുത്തത് ഒരു കീ ചെയിനാണ്. ഇതിന് 50 രൂപയാണ് ഗൈസ്. കണ്ടേ, ഈ ഒരു കീ ചെയിനാണ്. ഇത് നല്ല കീ ചെയിനാണ്. നറൂട്ടോരെ കീ ചെയിനാണ്. നല്ല രസമുണ്ട്. അതുകൊണ്ട് ഞാനിതൊന്നും എടുത്തു. അടുത്ത വന്നിട്ട് ഇത് നെയിം സ്ലിപ്പാണ്. ഇതിൽ 3 എണ്ണം ഉണ്ട്. 3 എണ്ണം മതി. ഇനി വല്ലതും വാങ്ങാണ്ടെങ്കിൽ ഞാൻ പിന്നീട് വാങ്ങുന്നതിൽ അല്ലെങ്കിൽ ഓൾറെഡി 2 എണ്ണം കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഞാൻ 3 എണ്ണമാണ്. അത് ഒന്നുമില്ലാത്ത ഡിസൈനൊന്നും ഇല്ലാത്ത എനിക്കിഷ്ടം. അതുകൊണ്ട് അത് വാങ്ങിച്ചു. അടുത്തത് വന്നിട്ട് ഒരു ഫയലാണ്. ഈ ഫയൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാൻ വാങ്ങിച്ചതാണ്. കറക്റ്റായിട്ട് എനിക്കറിയില്ല. അസൈൻമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ 8ലോട്ടായതുകൊണ്ട് ഇനിയിപ്പോൾ കുറേ അതൊക്കെ കാണും. അതുകൊണ്ട് അതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് മെയിനായിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു റോള്. ഇത് നമുക്ക് ഈ ബുക്ക് കവറ്. അപ്പോൾ ഇത് നമ്മൾ 3 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ 3 എണ്ണം എനിക്ക് ഈ കളറാണ് ഇഷ്ടം. അപ്പോൾ അതൊന്നും ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടുത്ത് വാങ്ങിച്ചിട്ടുള്ളത് ഒരു പേനയുടെ ചെറിയ സെറ്റാണ്. ഇത് നല്ല കളറാട്ടോ. ഈ കളറ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇതിന് വാങ്ങിച്ചു. ഇതിൽ 5 എണ്ണമാണ് വരുന്നത്. ഇതൊന്ന് 25 രൂപയായിരുന്നു. സോറി, ഇതിനൊക്കെ ഇത് വില ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് എന്തോ 25 രൂപ. നെയിം സ്ലിപ്പിന് അറിയാമല്ലോ 10 രൂപയാണ്. അടുത്തത് ഇത് എത്ര 300 സംതിങ് എത്ര രൂപയായിരുന്നു ഇതിന്. ഈ ഒരു 10 എണ്ണത്തിന് വരുന്നത് 300 സംതിങ് എത്ര രൂപയായിരുന്നു. ഇത് നല്ലൊരു ബുക്കാണ്. ബുക്കിൻ്റെ സെറ്റാണ് 10 എണ്ണം വരുന്നത്. അപ്പം അത് അടുത്ത വരുന്നത് ഒരു A4 ഷീറ്റാട്ടത്. ഇതിന് എത്രയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 82 രൂപയാണ്. ഇതിന് എത്ര 95 ഷീറ്റാണ് ഇതിന് വരുന്നത്. എനിക്ക് അത് നല്ലൊരു എക്സാം പേപ്പറാണ്. ഇത് ഓരോന്നൊക്കെ വരുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ആവശ്യം വരുന്നതാണിത്. അടുത്ത വന്നിട്ട് കുറച്ച് കുഞ്ഞു ഐറ്റംസാണ്. ഇനി കുറച്ച് പേനകൾ, 2 പേനകൾ. ഇതിന് എന്തോ 5 ഒരെണ്ണത്തിന് 5 രൂപയാണ് തന്നെയാണ്. അപ്സരയുടെ ഒരു പേന, പെൻസിൽ. അടുത്ത വന്നിട്ട് സ്കെയിലാണ്. ഇത് അറിയാലോ 5 രൂപയാണ് ഈ സ്കെയിലിന്. ഒരു ചെറിയ സ്കെയിൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ഈ ഒരു സ്റ്റാപ്ലർ പിന്ന് വന്നിട്ട്. ഇത് 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അത് നല്ലതായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അത് വാങ്ങിയിട്ടുണ്ട്. അത് 10 രൂപയാണ് ഒരെണ്ണം. പിന്നെ നമ്മൾ ചെറിയ 2-3 സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാണ് ഇത് കട്ടറാണ്. 5 രൂപയുടെ കട്ടർ. പിന്നെ ഒരു ഇത് എറേസറാണ്. ഇതും 5 രൂപയുടേതാണ്. ഇതും നല്ല മണമാണ്. പിന്നെ ഇത് ഹെവി സ്റ്റിക്കായിട്ട്. ഇത് ചുമ്മാ ഞാൻ ജസ്റ്റ് വാങ്ങിച്ചതാണ്. ഇതൊരു ഗം ഹെവി സ്റ്റിക്ക്. ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് സാധനങ്ങളുണ്ട്. 15 ഐറ്റമൊക്കെ കാണും. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഷോപ്പ് ചെയ്യുമോ എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.